ലോകത്തിൽ തന്നെ ഏറ്റവും അധികം സഞ്ചാരികൾ എത്തിച്ചേരുന്ന ഒരിടമാണ് ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിൾ. ബഹായി ടെമ്പിൾ എന്നും ഇത് അറിയപ്പെടുന്നു. നീല തടാകത്തിനുള്ളിൽ വിരിയാൻ നിൽക്കുന്ന ഒരു വെളുത്ത താമരപ്പൂവാണ് ലോട്ടസ് ടെമ്പിൾ. ഇരുവശങ്ങളിലും ഭംഗിയായി വെട്ടി നിർത്തിയ പൂന്തോട്ടത്തിന് മധ്യത്തിലൂടെയുള്ള നടപ്പാതയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സന്ദർശകർക്കൊപ്പം ഞങ്ങളും ചേർന്നു. തിങ്കൾ ഒഴികെയുള്ള മറ്റെല്ലാ ദിവസങ്ങളും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് സന്ദർശന സമയം. 1986 ഡിസംബറിലാണ് ഈ ക്ഷേത്രം പണിതീർത്ത് സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. ഇത് ബഹായി വിശ്വാസികളുടെ ആരാധനാലയമാണ്. ഇറാനിയൻ ആർക്കിടെക്റ്റായ ഫാരി ഫോഴ്സ് സാബയാണ് ഇതിൻ്റെ ശില്പി. 9 വശങ്ങളിലായി 27 താമര ഇതളുകൾ ചേർന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ 9 വാതിലുകളും അകത്തെ പ്രധാന പ്രാർത്ഥനാ മുറിയിലേക്കാണ് നയിക്കുന്നത്. സെൻട്രൽ പ്രയർ ഹാളിന് ഒരേ സമയം 2500 ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കും. സമാധാനം, പ്രൗഢി എന്നിവയെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് പകുതി വിടർന്ന താമരയുടെ രൂപത്തിൽ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനായി ഗ്രീസിൽ നിന്ന് വരുത്തിയ വ്യത്യസ്ത വലിപ്പമുള്ള 10,000-ലധികം മാർബിളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബഹായികൾ വിഗ്രഹാരാധകരല്ലാത്തതിനാൽ ദേവാലയത്തിനുള്ളിൽ പ്രതിഷ്ഠകളൊന്നുമില്ല. എല്ലാ മതക്കാർക്കും ഇവിടെ വരാനും അവരവരുടെ രീതിയിൽ പ്രാർത്ഥിക്കാനുമുള്ള അവസരമാണ് ഇവിടെയുള്ളത്. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും 20-ാം നൂറ്റാണ്ടിൻ്റെ പ്രതീകമായി നീലാകാശത്തിനു കീഴെ ലോട്ടസ് ടെമ്പിൾ ശോഭിച്ചു നിൽക്കുന്നു.